നമസ്കാരമുണ്ട്. ഹരിയാണ്. മൈ ഓൺ ഓപ്പൺ ട്രൂത്ത് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ട് ആയിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്ന മൈ ഓൺ ഓപ്പൺ ട്രൂത്ത് എന്ന് പറഞ്ഞ ചാനൽ അത് അവസാനിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്ത് ശേഷം ഇന്ന് രാവിലെ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന്. നിങ്ങളുടെ മൈ ഓൺ ഓപ്പൺ ട്രൂത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിൽ ഞങ്ങളത് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണയായിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അതിനൊരു വാണിംഗ് ഒക്കെ തന്നിട്ടാണ് യൂട്യൂബ് സാധാരണ ചാനൽ കൂട്ടാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട മെയിലുകളും വരാറുണ്ട് എന്നതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള മെയിലുകളും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനൽ പൂട്ടിച്ചു. സാരമില്ല, പൂട്ടിച്ച എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതിനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, മൈ ഓൺ ഓപ്പൺ ട്രൂത്ത് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുതയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടുന്ന രീതിയിൽ തന്നെ അതിലെ പല വാചകങ്ങളും കൊണ്ടാണ് പലരും അതിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതിൽ പറഞ്ഞ വസ്തുതകൾ മുഴുവൻ ദഹിക്കാത്ത ആളുകൾ ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള വിമർശനങ്ങളും, അല്ലെങ്കിൽ വിമർശനം മാത്രമല്ല, നല്ലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ തെറ്റു ചെയ്യുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും ഭരണകൂടത്തെയും എന്തിന് നമ്മുടെ കേരളത്തെയും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെയും ഒക്കെ ഞാൻ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാടാണ് എൻ്റെ രാജ്യമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പൂട്ടി, അത് വേറെ കഥ. ചാനൽ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആണെങ്കിൽ കൂടി, അതോടൊപ്പം നല്ലത് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി. ഈ മെയിൽ കിട്ടിയ അവസരത്തിൽ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല വിദഗ്ധരുടെയും അഭിപ്രായം തേടുകയുണ്ടായി. അതോടൊപ്പം സൈബർ വിദഗ്ധരായിട്ടുള്ള 1-2 ആളുകളുടെ അഭിപ്രായവും നേരിട്ട് പോയി തേടുകയുണ്ടായി. അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എൻ്റെ പഴയ ചാനൽ മൈ ഓൺ ഓപ്പൺ ട്രൂത്ത് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ തിരികെ കിട്ടില്ല എന്നുള്ള ബോധ്യം വന്നതും ഈ ഒരു ചാനൽ തുടങ്ങാൻ ഞാൻ നിർബന്ധിതനായതും എന്നതാണ് വാസ്തവം. പഴയ പോലെ തന്നെ തുടരുവാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. തെറ്റെവിടെ കണ്ടു കഴിഞ്ഞാലും തെറ്റാണെന്ന് വിളിച്ചു പറയുകയും ശരി എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ കുറിച്ച് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും പറയാതെ വയ്യ, ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ വിമർശിച്ച പലതും സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ എൻ്റെ ചാനൽ പൊട്ടിച്ചത് വഴി പലർക്കും സാധിച്ചു എന്നുള്ളതിൽ ഞാൻ സംതൃപ്തനാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. നിങ്ങൾ പൂട്ടിച്ചത് കൊണ്ട് തന്നെ അതേ വേഗത്തിൽ തന്നെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും പൂട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് പൂട്ടിക്കാം. അതല്ല എങ്കിൽ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടെ നിൽക്കാം. എന്തു തന്നെയായാലും പഴയ രീതിയിൽ തന്നെ തുടർന്നു പോകുവാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നിങ്ങൾ കുറച്ച് പേരോ അല്ലെങ്കിൽ നിങ്ങളൊരാളോ വിചാരിച്ചതുകൊണ്ട്
എൻ്റെ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാനൊന്നും ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വീണ്ടും തുടങ്ങിയത്. പഴയ പോലെ തന്നെ നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ചും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ ഈ ചാനൽ വഴി നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം വിമർശനങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. എന്തു തന്നെയായാലും പുതിയ ചാനലിന് അനുമതി തന്ന യൂട്യൂബിന് വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ വിമർശനങ്ങളുമായിട്ടും നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിമർശനവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം പറയാൻ പറ്റില്ല, എൻ്റെ ഈ മുഖം കണ്ടൊരെണ്ണത്തിൻ്റെ പുതിയ ചാനലും പൂട്ടിക്കാൻ വേണ്ടി ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോവുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ചാനൽ തുടങ്ങാം. അതല്ലാതെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് നല്ലത് വിമർശനമാണെങ്കിൽ വിമർശനം, നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചാനൽ തുടങ്ങി അതിൽ നല്ലതിനെ നല്ലതെന്നും ചീത്തതിനെ ചീത്തതെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറയുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ഇതായിരിക്കട്ടെ ആദ്യത്തെ വീഡിയോ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതും ഇതിനിപ്പോൾ വൈകാതെ നിങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ പോകുന്നതുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി.